സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, മനോഹരമായി സന്ധ്യാസമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയാക്കുന്ന കൃപകൾക്കായി നന്ദി കരയറ്റുന്നു. ദൈവമായ കർത്താവെ, ഇന്നത്തെ ആരാധനയിലും വിശുദ്ധ സംസർഗ ശുശ്രൂഷയിലും തുടർന്ന് നടക്കുന്ന മീറ്റിങ്ങിലും എല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങൾ ഈ പ്രദർശനത്തിന് വേണ്ടി ഒരുങ്ങുമ്പോഴും ഞങ്ങളുടെ സാന്നിധ്യം കൂടെ ഇരിക്കുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ ആരാധനയും ഈ ശുശ്രൂഷകളുമൊക്കെ ഏറ്റവും മനോഹരമായി തീരുവാനും ദൈവചൈതന്യമുള്ളതായി തീരുവാനും സഹായിക്കണമേ. ആദ്യ അവസാനത്തോളം ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടി ഇരിക്കണമേ. പ്രാർത്ഥനയും യാചനയും കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനേ, ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനേ. സ്തുതിപ്പിൻ ലോകത്തിൻ പാപത്തെ നീക്കുവാൻ അധിപനായി വന്ന ദൈവ കുഞ്ഞാടിനെ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനേ, ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനേ. കരുണ നിറഞ്ഞ കണ്ണുള്ളോനവൻ, കഞ്ചനത്തിൻ കരച്ചിൽ കരളലിഞ്ഞു കേൾക്കും കാതുള്ളോ. ലോകപാപച്ചുമടിനെ ശിരസുകൊണ്ടു ചുമന്നൊഴിപ്പതിന് കുരിശെടുത്തു ഗോൽഗോഥാവിൽ പോയോനെ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനേ, ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനേ. മരിച്ചവരിൽ നിന്നാദ്യം ജനിച്ചവൻ, ഭൂമി രാജാക്കന്മാരെ ഭരിച്ചു വാഴുമേഘനായകൻ. നമ്മെ സ്നേഹിച്ചവൻ തിരുച്ചോരയിൽ കഴുകി നമ്മെയെല്ലാം ശുദ്ധീകരിച്ചു. വിശ്വസ്ത സാക്ഷിയെ നിനച്ചു. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനേ, ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനേ. ഹല്ലേലൂയ പാടി സ്തുതിക്കും യേശുവേ. യേശുനാമത്തിനു ജയം, അല്ലലെല്ലാം അവൻ അകലെ കളയുമേ.
യേശു രാജാവിന്നോശാന, നല്ലവനാമേശുനാഥൻ വരും. സർവവല്ലഭ യേശുവേ വേഗം വരേണമേ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനേ, ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനേ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനേ, ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ. വിളവുകളുടെയും നൽകിയ എല്ലാ സമൃദ്ധിയുടെയും നന്ദി സൂചകമായി നമ്മൾ എല്ലാ വർഷവും നടത്തുന്ന പെരുന്നാളിൻ്റെ ആദ്യഫല പെരുന്നാളിൻ്റെ ഈ വർഷത്തെ പെരുന്നാളിൻ്റെ ആരംഭം കുറിച്ചുകൊണ്ടുള്ള ഭക്തി നിർഭയമായ റാസ നമ്മുടെ പരിശുദ്ധവും പരിപാവനമായ ഈ ദേവാലയ അങ്കണത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. സഹകരിച്ച എല്ലാ ദൈവമക്കളോടുള്ള നന്ദി യേശുക്രിസ്തുവിൻ്റെ നിത്യുല നാമത്തിൽ സമർപ്പിക്കുന്നു. ഇന്നും നാളെയും പാമ്പാടിയിൽ ഹോളി ഇമ്മാനുവേൽ ഇടവകയുടെ പെരുന്നാളായി നമ്മൾ കൊണ്ടാടുക. ആദ്യ ഫലത്തിൻ്റെ തലേദിനം ഇന്ന് ഈ സ്തോത്രാരാധനയ്ക്ക് നമ്മുടെ സമീപ പ്രദേശത്തുള്ള മധ്യരായ അച്ഛന്മാർ പങ്കെടുക്കുന്നു എന്നുള്ളതിൽ അതിയായ സന്തോഷം ഉണ്ട്. ഈസ്മീനും ഇടവപ്പെട്ടക്കാരൻ
ബഹുമാനപ്പെട്ട ജേക്കബ് ഇടുക്കളച്ചൻ, മുളയക്കുന്ന CSI ഇടവപ്പെട്ടക്കാരൻ ബഹുമാനപ്പെട്ട ജയനാഥ്യൂസച്ചൻ, കോത്തല CSI ഇടവപ്പെട്ടക്കാരൻ സൂരജ് പൗലോസ് തോമസ് അച്ഛൻ, നമ്മുടെ BC ജോസഫച്ചൻ എന്നീ വന്യരായ അച്ഛന്മാർ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാകുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷം. കടന്നു വന്നിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ വന്യരായ അച്ഛന്മാരെ ഈ പെരുന്നാളിൻ്റെ തലേദിവസം ഇടവപ്പെട്ടക്കാരനായി എല്ലാവരെയും ഇതിലേക്ക് ക്ഷണിക്കും. നമ്മുടെ പിതാവായ ദൈവകർത്താവായ യേശുക്രിസ്തുവിന്റെ സമാധാനം ഉണ്ടാകട്ടെ. വസ്ത്രങ്ങളെല്ലാം അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയമുള്ളവനല്ലോ. അവൻ അനർത്ഥത്തെ കുറിച്ച് അനുഭവിക്കും. യേശു പറഞ്ഞ ഒരുവനെ അനുഗ്രഹിക്കാൻ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗ്രഹിക്കട്ടെ. സൂര്യന്റെ അസ്തമാനങ്ങൾ യഹോവയുടെ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. കർത്താവേ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഉണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, നിനക്ക് സകലതയും തുറന്നിരിക്കുന്നവയും ഞങ്ങളിനെ പൂർണ്ണമായി സ്നേഹിക്കുവാൻ നാമത്തെ യോഗ്യമായി മാറ്റപ്പെടുത്തുവാൻ നിന്റെ പരിശുദ്ധാത്മാൻ വിശ്വാസത്താൽ ഹൃദയങ്ങളിൽ പോലെ കർത്താവായ യേശുക്രിസ്തു മൂലം വെളിപ്പാക്കണമേ. ഇന്ന് ഈ സ്തോത്ര ശുശ്രൂഷയിൽ ആദ്യഫലത്തിൻ്റെ തലേദിനം നമുക്ക് ആവശ്യമായിട്ടുള്ള ദൂത് നൽകുന്നത് അത്രയും സ്നേഹവും ബഹുമാനവുമുള്ള ജേക്കബ് ഇടുക്കളച്ചനാണ്. അച്ഛനിപ്പോൾ ഈസ്മീനടം ഇടവക വികാരിയാകുന്നു. അടുത്ത പാട്ടിന് ശേഷം അച്ഛൻ നമുക്ക് ആവശ്യമായ ദൂത് നൽകുന്നതാണ്. ജ്ഞാനകീർത്തനങ്ങൾ 219 കീർത്തനം. Oh
ആരാധിപ്പാൻ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ അങ്ങ് തന്ന വലിയ അവസരത്തിനാണ് നന്ദിയോടുകൂടെ കർത്താവേ, ആദ്യഫല ശുശ്രൂഷയുടെ സ്തോത്ര പെരുന്നാളിൻ്റെ തലേനാൾ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ ദൈവം നൽകിയ വലിയ അവസരത്തിനാണ് നന്ദിയോടുകൂടെ സ്തോത്രം. ദൈവവചനം ഞങ്ങളുടെ ജീവന്റെ ആഹാരമായി തീരുവാൻ സഹായിക്കണമേ. വചനത്തിൻ്റെ മർമ്മങ്ങളെ ഗ്രഹിച്ചറിയുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വചനം തേനിലും തേൻകട്ടയിലും മാധുര്യമേറിയ വചനങ്ങളാകുമല്ലോ. ആ വചനങ്ങളെ യഥാർത്ഥമായിട്ട് മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണേ. മഹത്വം എടുക്കണേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1-ാമത്തെ വാക്യം. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വൈദികരായ വൈദികര്, ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള കേരള മഹായിടവക വൈദിക സെക്രട്ടറിയും ഈ ഇടവക വികാരിയുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട നെൽസൺ ചാക്കോ അച്ഛന്, ഈ ഇടവകയിലെ മുൻ വികാരി ബഹുമാനപ്പെട്ട BC ജോസഫ് അച്ഛന്, എൻ്റെ സുഹൃത്തായിട്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ജെ മാത്യൂസ് അച്ഛന്, ഈ സഭയുടെ മരുമകൻ സൂരജ് അച്ഛന്, അങ്ങനെ വലിയ വൈദികരോടൊപ്പം ഇന്ന് ശുശ്രൂഷയിൽ നിങ്ങളോടെല്ലാവരോടും ചേർന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുവാൻ ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും. എന്നെ ഈ ശുശ്രൂഷയ്ക്ക് നിയോഗിച്ച ബഹുമാനപ്പെട്ട നെൽസൺ ചാക്കോ അച്ഛനോടുള്ള പ്രത്യേക നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഞാൻ പട്ടയമേറ്റിട്ട് 28 വർഷം കഴിഞ്ഞു. അന്നു മുതൽ ഡീക്കനായപ്പോൾ മുതലേ ബഹുമാനപ്പെട്ട നെൽസൺ ചാക്കോ അച്ഛനുമായിട്ടുള്ള സ്നേഹബന്ധം ഉണ്ട്. ഞാൻ യേശുവിൻ്റെ അടുത്ത് വരുന്നതിന് മുമ്പ് മാമൂട് അഥവാ കുറുമ്പനടം എന്ന് പറയുന്ന പള്ളിയിലാണ്. അങ്ങനെ അയൽക്കാരെ സ്നേഹിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛൻ്റെ വലിയ വീക്ഷണത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അച്ഛനോടുള്ള പ്രത്യേക നന്ദിയും ഞാൻ അറിയിക്കുന്നു. നമ്മൾ ഇന്ന് ആദ്യഫലത്തോടനുബന്ധിച്ചാണ് ഈ വിശുദ്ധ ആരാധനയ്ക്ക് നമ്മളെല്ലാം കൂടി വന്നിരുന്നത്. ആദ്യഫല പെരുന്നാളാണ് നമ്മുടെ പ്രധാനപ്പെട്ട പെരുന്നാളായിട്ട് നമ്മൾ കൊണ്ടാടുന്നത്. ഇസ്രായേൽ മക്കളുടെ ഒരു പ്രധാനപ്പെട്ട പെരുന്നാളായിരുന്നു ആദ്യഫല പെരുന്നാൾ. ആദ്യഫലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവം നൽകുന്ന ഫലത്തിൽ ആദ്യത്തേത് ദൈവത്തിന് കൊടുക്കുക. പണ്ടത്തെ കാലത്ത് കൃഷിയായിരുന്നു പ്രധാനപ്പെട്ട വരുമാനം. ആളുകളെല്ലാം കൃഷിക്കാരായ ആ കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന ആദ്യ വിളവ് ദൈവത്തിനായിട്ട് കൊടുക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ സങ്കല്പം. 24-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്ക് ഉള്ളതാണ്. നമ്മുടെ പുരയിടവും നമ്മുടെ കൃഷികളും എല്ലാം ദൈവത്തിൻ്റെ. ദൈവം തന്നെങ്കിൽ മാത്രമേ നമുക്കുള്ളൂ. അതുകൊണ്ട് നമുക്ക് ദൈവം തന്ന അനുഗ്രഹങ്ങളിൽ നിന്നും ദൈവത്തിന് യാഗമായിട്ട് സമർപ്പിക്കുക എന്നുള്ളതാണ് ആദ്യഫലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഞാൻ വായിച്ച വേദഭാഗം നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള വേദഭാഗം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും.
നമ്മൾ ദൈവത്തിന് യാഗം സമർപ്പിക്കാനായിട്ട് പറഞ്ഞു. നമ്മൾ പഴയ നിയമം പഠിക്കുന്നതായിട്ടുള്ള സമയത്ത് യാഗങ്ങളെ കുറിച്ച് പഠിക്കുന്നു. ദഹനയാഗം, ഭോജനയാഗം, സമാധാനയാഗം, പാപയാഗം, ഇങ്ങനെ പല യാഗങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നു. എന്താണെങ്കിലും യാഗം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഉള്ള സമർപ്പണം. ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് യാഗം കഴിക്കുന്ന വ്യക്തിയെ കുറിച്ചാണ്. ആരാണ് യാഗം കഴിക്കുവാനായിട്ട് വരുന്നത്? പഴയ നിയമം നമ്മൾ വായിച്ചപ്പോൾ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, ഹാബേലും കായീനും ബലി അർപ്പിക്കുവാൻ, യാഗം അർപ്പിക്കുവാനായിട്ട് ദൈവസന്നിധിയിലേക്ക് വരുന്നു. എന്നാൽ ഹാബേൽ ദൈവത്തെ ഉന്നതനായിട്ട് കണ്ടുകൊണ്ട് ദൈവത്തിന് യാഗവസ്തുക്കളെ സമർപ്പിച്ചു. ഹാബേല് ആടിനെ മേയ്ക്കുന്ന ആളും കായീൻ കൃഷിക്കാരനും ആയിരുന്നു. ഹാബേലിൻ്റെ ബലിയിൽ ദൈവം പ്രസാദിച്ചു, കായീൻ്റെ ബലിയിൽ ദൈവം പ്രസാദിച്ചു. രണ്ടുപേരും രണ്ട് വ്യക്തിത്വങ്ങളുടെ ഉടമകളായിരുന്നു എന്നാണ് പറയുന്നത്. ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചു, അവർ രണ്ടുപേരും രണ്ട് കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് വായിച്ചു. അതായത് അന്നത്തെ കാലത്ത് ആട്ടിടയന്മാർക്ക് പ്രത്യേകിച്ച് ഒരു സ്ഥലമില്ല. അവരെ നൊമാഡ്സ് എന്ന് പറയും. അവരിങ്ങനെ നാടോടികളായിട്ട് അലഞ്ഞ് നടക്കുന്നവര്. എന്നാൽ കായീൻ എന്ന് പറയുന്നത് സെറ്റിലർ ക്ലാസ്സിൽപ്പെട്ടവനാണ്. അതായത് സ്വന്തമായിട്ട് സ്ഥലമുള്ളവൻ, സ്വന്തമായിട്ട് കൃഷിയുള്ളവൻ, സ്വന്തമായിട്ട് കൃഷി വിളയിക്കുന്നവൻ ആയിരുന്നു. സമ്പാദ്യങ്ങളൊക്കെ സമർപ്പിക്കണം, അത് പൊതുവായിട്ട് വിതരണം ചെയ്യും. അനന്യാസും സഫീറയും ഒരു വസ്തു വിറ്റു, കിട്ടിയ പണം കുറച്ച് മാറ്റി വെച്ചു. എന്നിട്ട് അപ്പോസ്തലനോട് ചെന്ന് കളവായിട്ട് പറഞ്ഞു. അപ്പോൾ പത്രോസ് പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവിനോട് ഒരിക്കലും വ്യാജം കാണിക്കരുത്. അപ്പോൾ നമ്മുടെ ഹൃദയത്തെ അറിയുന്ന ദൈവമാണ്. ദൈവത്തിനറിയാം നമ്മളെ ഓരോരുത്തരെയും. അതുകൊണ്ട് നമ്മുടെ സമർപ്പണവും നമ്മുടെ ജീവിതവും തമ്മിൽ വളരെ ബന്ധമുണ്ട്. നമ്മൾ ദൈവത്തിന് ഉന്നത സ്ഥാനം കൊടുക്കുമെങ്കിൽ നമ്മുടെ യാഗം അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ട് ദൈവത്തിന് കൊടുക്കുമ്പോൾ ജീവിതം ശരിയാക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നമ്മൾ ജീവിതമില്ലാതെ നമ്മൾ സമർപ്പിച്ചിട്ട് കാര്യം ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. 51-ാം സങ്കീർത്തനം പറയുന്നു, തകർന്നു നുറുകിയുള്ള ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുക. ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ വായിക്കുന്നതാണ്. 21-ാം അധ്യായം വായിക്കുമ്പോൾ ഒരു വിധവ, അവള് ദേവാലയത്തിൽ 2 വെള്ളിക്കാശാണ്. ധനമുള്ളവര് വലിയ തുകകൾ കൊണ്ടിടുമ്പോൾ ഈ സ്ത്രീ 2 വെള്ളിക്കാശാണ്. യേശു പറഞ്ഞു, നിങ്ങളെക്കാട്ടിലും എല്ലാവരെക്കാട്ടിലും കൂടുതൽ ദൈവത്തിനായിട്ട് സമർപ്പിച്ചത് ഈ സ്ത്രീയാണ്. അതുകൊണ്ട് ദൈവം നമ്മുടെ ജീവിതം അറിയുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ഏറ്റവും ആവശ്യം. അതുകൊണ്ട് നമ്മൾ ദൈവത്തിന് കൊടുക്കുമ്പോൾ ജീവനുള്ള ദേഹിയായിട്ട് ദൈവത്തിന് സമർപ്പിക്കും. നമ്മുടെ വസ്തുക്കളെക്കാട്ടിലുമൊക്കെ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവനാണ്. ഹാബേല് ദൈവത്തിനായിട്ട് കൊടുത്തപ്പോൾ ഏറ്റവും നല്ലത് കൊടുത്തു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ കായീൻ ദൈവത്തിന് വലിയ പ്രാധാന്യമൊന്നും കൊടുത്തില്ല. നമ്മുടെ മനോഭാവമാണ് ഏറ്റവും പ്രാധാന്യം. ഹാബേല് ദൈവത്തെ ഉന്നതനായിട്ട് കണ്ടു, കായീൻ ദൈവത്തെ വലിയ കാര്യമായിട്ടൊന്നും ചിന്തിച്ചു. ഇന്ന് നമ്മുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്? ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ
ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ മനോഭാവം എന്താണ്? ആരാധനയ്ക്കായിട്ട് കടന്നു വരുമ്പോൾ നമ്മുടെ ഹൃദയം എങ്ങനെയിരിക്കുന്നു? കർത്താവിനെ നാം ആരാധിക്കുന്നുവെങ്കിൽ ഹൃദയത്തിന് മാറ്റം ഉണ്ടാകും. തകർന്നു നുറുകിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. ശമരിയ പുസ്തക പ്രവൃത്തികൾ നമ്മൾ വായിക്കുന്ന സമയത്ത് ശമരിയിൽ ഉണർവുണ്ടായി. അപ്പോൾ അവിടെ ശീമോൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ശീമോൻ വന്ന് പത്രോസിൻ്റെ അടുക്കൽ ഒരു ആവശ്യം പറഞ്ഞു. എന്താ ആവശ്യം എന്ന് പറയുന്നത് അറിയാമോ? ഞാൻ ആരുടെയും തലയിൽ കൈവച്ച ഉടൻ ആ ആളിന് സൗഖ്യം കിട്ടും, അല്ലെങ്കിൽ എനിക്ക് പരിശുദ്ധാത്മാവ് കുറച്ചിങ്ങോട്ട് താ, ഞാൻ വേണമെങ്കിൽ പണം തരാം എന്ന് പറഞ്ഞു. അപ്പോൾ പത്രോസ് 21-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ശിമോനെ, നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ല എന്ന് പറഞ്ഞു. നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ല. പലപ്പോഴും നമ്മുടെ ശുശ്രൂഷകളുടെ മോട്ടീവ് തന്നെ, നമ്മുടെ താല്പര്യം എന്നാ? പെരുന്നാള് സംബന്ധിക്കുമ്പോൾ നമ്മുടെ മോട്ടീവ് ദുഷ്ടഹൃദയം കൊണ്ട് നമ്മൾ ദൈവസന്നിധിയിൽ പലപ്പോഴും കടന്നു വരുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ വിശുദ്ധമായിട്ടിരിക്കുവാനായിട്ട് ഇരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. മൂന്നാമത്, ആരാധനയുടെ പരിണിത ഫലം. ഒന്നുകിൽ അനുഗ്രഹം, അല്ലെ ശാപം. ദൈവത്തിന് യാഗം സമർപ്പിക്കുമ്പോൾ ദൈവിക അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു. നമ്മളൊക്കെ ഇന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് വളരെ കഷ്ടപ്പെട്ട് ദേവാലയത്തിലേക്ക് വന്നത് എന്തിനാണ്? ശാപത്തിനിടയാവുമോ അതോ അനുഗ്രഹത്തിന് ഇടയാവുമോ? കയ്യിൽ ശാപത്തിൽ നിന്ന് ശാപത്തിലേക്ക് മാത്രമാണ് പോയത്. ദൈവത്തിന് യാഗം സമർപ്പിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ സമസ്ത മേഖലയിലും കർത്താവ് അനുഗ്രഹിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ലഭിക്കണം. മലാക്കി പ്രവാചകൻ പറയുന്നു, ഞാൻ സ്വർഗത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് ഭൂമി സ്ഥലം പോരാതെ വരികയോളം നിങ്ങളെ അനുഗ്രഹിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ദൈവത്തിനായിട്ട് സമർപ്പിക്കണം. നമ്മുടെ ജീവിതം അനുഗ്രഹമാണ്. കയ്യിൻ്റെ ആരാധന ദൈവം പ്രസാദിക്കാതെ വന്നപ്പോൾ അവൻ കർത്താവിൽ നിന്ന് അകന്നു പോയി. കഴിഞ്ഞ നാളുകളിലെ നമ്മുടെ ആരാധന നിമിത്തം കർത്താവിനോട് നാം കൂടുതലായിട്ട് അടുത്തിട്ടുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ, ഇപ്പോഴത്തെ മാർപ്പാപ്പ, വളരെ പുരോഗമന ചിന്തയുള്ള മാർപ്പാപ്പയാണ്. അദ്ദേഹം അടുത്ത കാലത്ത് പറയുകയുണ്ടായി, നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് കുറേ പ്രദക്ഷിണങ്ങളിലോ കുറേ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിലോ അല്ല, ദൈവവുമായിട്ടുള്ള യഥാർത്ഥ ബന്ധം. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെയധികം സന്തോഷത്തോടും സ്തോത്രത്തോടും കൂടെ ഈ ആദ്യഫലത്തിൻ്റെ തലേ ദിവസത്തെ സ്തോത്രാരാധനയിൽ നാം പങ്കുചേരുകയാണ്. കാരണം കഴിഞ്ഞ വർഷം നമുക്ക് ഒരു പെരുന്നാൾ ആരാധന ഉണ്ടായിരുന്നില്ല. കൊറോണ വ്യാപനം, കൊറോണ കാലം തന്നെയാണ്. നാം മാസ്ക് ധരിക്കുകയും അകലം പാലിക്കുകയൊക്കെ ചെയ്യുന്നു. എന്നാൽ അതിൻ്റെ മധ്യേ നമുക്ക് ഒരുമിച്ച് ഇപ്രകാരം കടന്നു വന്ന ദൈവത്തെ ആരാധിപ്പാൻ ദൈവം ഇടയാക്കിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. ഈ വർഷം നമുക്ക് ആഘോഷങ്ങളൊന്നും ക്രമീകരിച്ചിട്ടില്ല. കാരണം ഈ പാൻഡമിക് സിറ്റുവേഷൻ തന്നെയാണ്, ഈ കൊറോണ കാലം ആയതുകൊണ്ട്.
എന്നാൽ ഈ സ്തോത്ര ആരാധനയും നാളെ മുൻപതി പോലെ തന്നെ ആദ്യഫല ശേഖരണവും നടത്തപ്പെടുന്നതാണ്. അതിനുശേഷം ലേലവും ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് നാളത്തെ ആരാധന നാളെ ഞായറാഴ്ചയാണ്. നാളെ ഒരാരാധന മാത്രമേ ഉള്ളൂ. 10:30 8:30 ഉണ്ടായിരുന്നു. നമ്മൾ 10 മണി എന്ന് ക്രമീകരിക്കുകയാണ്. രാവിലെ 7:30 മുതൽ ആദ്യഫല ശേഖരണം നടത്തപ്പെടുന്നതാണ്. നമുക്ക് കൃഷിയുള്ളൊരു കുറവാണ് എന്ന് നമുക്കറിയാം. എങ്കിലും കൃഷി സാധനം മാത്രമല്ല ആദ്യഫലമായി നമുക്ക് സമർപ്പിക്കുവാനുള്ളത് കൊണ്ടുവരണം എന്ന് ഓർപ്പിക്കുന്നു. നമ്മൾ പഴയ കാലത്തേക്ക് പോവുകയാണ്. പച്ചപ്പാട് കാലം പാമ്പാടി ഇടവക ഹെൻറിയൊക്കെ സ്ഥാപിച്ച ഇടവക. ഇവിടുന്ന് മുണ്ടക്കയത്തോട്ട് യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തൊരു സെൻറ്റർ, പഴയ മിഷണറി മാപ്പ് എടുക്കുമ്പോൾ പാമ്പാടി ഒരു സെൻറ്ററാണ്. കാട്ടാമ്പാക്ക്, മുണ്ടക്കയം, മേലുകാവ്, പള്ളം, കോട്ടയം, അതുപോലെ തന്നെ ഇങ്ങനെ സ്ഥലം പറഞ്ഞു പോകും. ആലപ്പുഴ, പാമ്പാടി ഒരു സെൻറ്ററാണ്. അന്ന് ഈ കോത്തലയും ഈ സ്മീനടവും മുളക്കുന്നതും ഒക്കെ ഇവിടുത്തെ ഉപസഭകളായിരുന്നു എന്നുള്ളതും നമുക്ക് അറിയാം. അതുകൊണ്ട് ഇതൊരു നല്ലൊരു സമയമായി ഞാൻ കാണുകയാണ്. ഇവിടെ നമ്മൾ ക്ഷണിച്ച അവസരത്തിൽ ഒരു മടിയും കൂടാതെ ഈ അച്ഛന്മാർ സമ്മതിക്കുകയുണ്ടായി. അവരോടുള്ള ഹൃദയംഗമായ നന്ദി ഞാൻ അറിയിക്കുകയാണ്. സൂരജ് അച്ഛന് പട്ടമേറ്റ് മദ്രാസ് ഇടവകയിലാണ്, മദ്രാസ് സിറ്റിയിലാണ്. അച്ഛനിപ്പോൾ കോത്തല ഇടവപ്പെട്ടക്കാരനായി വന്നു. അച്ഛന് നമ്മുടെ PA ജയിക്കും അച്ഛൻ്റെ മരുമകനാണ്. അച്ഛന് ഇവിടെ പരാമർശിക്കപ്പെട്ടുവല്ലോ. അച്ഛനാണ് കോത്തല ഇടവപ്പെട്ടക്കാരൻ. ജയിക്കും ഇടുക്കള അച്ഛൻ ഇന്ന് വചന ശുശ്രൂഷ നിർവഹിച്ച അച്ഛൻ എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ്. വർഷങ്ങളായി അച്ഛൻ പറഞ്ഞതുപോലെ വളരെ നല്ല ഹൃദ്യമായ ബന്ധം പുലർത്തുന്ന അച്ഛനാണ്. അത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നമുക്ക് ആരാധന എടുത്തത്, ആദ്യത്തെ ഭാഗം എടുത്തത് ജയമാത്യൂസ് അച്ഛൻ. അച്ഛന് ഈ പറഞ്ഞതുപോലെ എൻ്റെ വളരെ നല്ല ഒരു സ്നേഹിതനാണ്. ഈ വർഷത്തെ ഇടവക പെരുന്നാളിൻ്റെ സ്പോൺസർ ഈ നോട്ടീസ് നമുക്ക് സ്പോൺസർ ചെയ്ത് നൽകിയതാണ്. നമ്മുടെ കളപ്പുരയ്ക്കൽ ഐസക് പോൾ ഇത് മനോഹരമായ നോട്ടീസ് പ്രിൻ്റ് ചെയ്ത് നമുക്ക് നൽകി. ഐസക് പോളിനോടുള്ള രാജനോടുള്ള നന്ദിയും സ്നേഹവും ഇടവപ്പെട കാണുന്നതിൽ അറിയിക്കും. അതുപോലെ തന്നെ ഈ മാസത്തെ നമ്മുടെ ഇടവക ദൂതൻ സ്പോൺസർ ചെയ്ത് നമുക്ക് നൽകിയത് നമ്മുടെ പുത്തപ്പറമ്പിൽ രാജു പി വിശാഖയിലാണ്. നമ്മുടെ കൈക്കാരനാണ്. കൈക്കാരനോടുള്ള നന്ദിയും സ്നേഹവും ഹൃദയമായി അറിയിക്കും. നമ്മൾ ഇടവദൂതന് ഈ ഡിസംബർ ഇഷ്യൂ ഇവിടെ വെച്ചിട്ടുണ്ട്. വന്നിട്ടുള്ളവർ അത് എടുത്തിട്ട് പോകണം എന്ന സ്നേഹത്തോടെ ഓർക്കും. നമ്മളൊരു ക്വിസ് പ്രോഗ്രാം ആരംഭിച്ചുവല്ലോ. അടുത്ത ഞായറാഴ്ച മുതൽ ബോക്സുകൾ വെക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും അത് പങ്കുചേരാം. ചെറുപ്പക്കാരെന്നോ പ്രായമുള്ളവരെന്നോ വ്യത്യാസമില്ലാതെ അതിൽ നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. രാത്രികാലം ആലയത്തിൽ കൂടി വരുവാൻ ഇരുവനായ ദൈവം നമ്മെ സഹായിച്ചു. പകൽ ജ്ഞാനം നിങ്ങളുമൊക്കെ ആയിരുന്ന ഇടങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ കരുതൽ അനുഭവിക്കാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി. ദൈവത്തിൻ്റെ അനുഗ്രഹം ഇന്ന് അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം ഇടയാക്കിയ അനുഗ്രഹങ്ങൾക്കായി നമുക്ക് നന്ദി കരയറ്റാം. വീണ്ടും ഇന്ന് നമ്മുടെ പെരുന്നാളിനോടനുബന്ധിച്ച് ഈ സ്വോത്ര ശുശ്രൂഷയിൽ ആയിരിക്കാൻ ദൈവനായ ദൈവം ഇടയാക്കിയല്ലോ. കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയതായ അനുഗ്രഹങ്ങളുമായി അങ്ങയുടെ സന്നിധിയിൽ സമർപ്പണത്തോടുകൂടി നിൽപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയങ്ങളെയൊക്കെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. നമ്മുടെ ആവശ്യങ്ങളെയും നമ്മുടെ ഭാരങ്ങളെയും ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങളെയും ഒക്കെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കർത്താവെ, പലവിധമായ പ്രയാസങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നു. മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ സാധിക്കാത്തതായ പ്രയാസങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങളുണ്ട്. കർത്താവെ, ഞങ്ങളുടെ ഹൃദയത്തെ കാണുകയും അറിയുകയും കേൾക്കുകയും ചെയ്യുന്നവനായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് അനുഭവിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കുടുംബത്തിൻ്റെ ആവശ്യങ്ങളെ ഏൽപ്പിക്കാം. നമ്മുടെ തലമുറകളെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ സഭയുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. പാസ്റ്റേജിൻ്റെ
നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. അതിന് വേണ്ടതായ സാഹചര്യങ്ങൾ, സാമ്പത്തികമായ സാഹചര്യങ്ങൾ, മറ്റ് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ദൈവമേ വഴിയും വാതിലും തുറന്നു നൽകുമാറാകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ചാക്കോച്ചനെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കാം. പുതിയ നിയോഗങ്ങളൊക്കെ ദൈവം അങ്ങ് നൽകിയ കൃപകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇവിടെയൊക്കെയും ദൈവത്തിൻ്റെ ആലോചന പ്രകാരം തുടർന്ന് പ്രവർത്തിപ്പാൻ തക്കവണ്ണം സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ഇവിടെ ആയിരിക്കുന്ന വന്യ അച്ഛന്മാരെ എല്ലാം ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. അവർ ശുശ്രൂഷകളൊക്കെയും ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് നാളെ നടക്കുന്നതായ നമ്മുടെ എല്ലാ പ്രോഗ്രാമുകളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ആരാധനകളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ദൈവമായ കർത്താവ്, ഞങ്ങൾ ഹൃദയം കൊണ്ട് അങ്ങേ ആരാധിക്കുന്ന അനുഭവങ്ങളായി തീരുവാൻ, കർത്താവെ വെറുതെ ചടങ്ങിന് നടത്തുവാനല്ല, ദൈവകരങ്ങളിലേക്ക് പരിപൂർണമായുള്ള സമർപ്പണമായി അത് തീരുവാൻ, കർത്താവെ ഞങ്ങളുടെ സമർപ്പണത്തെ അങ്ങ് മാനിക്കുന്ന ഒരവസ്ഥയായി തീരുവാൻ തക്കവണ്ണം സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം.
പ്രിയപുത്രന്റെ രക്തത്താൽ നിന്റെ കൃപാസനത്തിലേക്കുള്ള പൊതുവഴിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പരിശുദ്ധ പിതാവേ, അവൻ മുഖാന്തരമായ യോഗ്യരാജകത്തിലേക്ക് അടുത്തു വരുന്നു. സ്വർഗത്തിലും ഭൂമിയുള്ളതെല്ലാം നിനക്കുള്ളതല്ലോ. നിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയത് നിനക്ക് തരുന്നതേ ഉള്ളൂ. ഞങ്ങളെയും ദാനങ്ങളെയും നീ കൈക്കൊണ്ട് നിന്റെ ബോധത്തിനായി ഉപയോഗിക്കണമെന്ന് താഴ്മയോടെ ജഗത്തിനോട് അപേക്ഷിക്കുന്നു. മുട്ടുകളെ മടക്കി പ്രാർത്ഥിക്കാം. നമ്മുടെ ദൈവമായ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. പരിശുദ്ധ കർത്താവേ, സർവശക്തനായ പിതാവേ, നിത്യദൈവമേ, ഞങ്ങളെല്ലാ കാലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും നിനക്ക് സ്തോത്രം ചെയ്യുന്നത് ഏറ്റവും യുക്തവും ന്യായവും ഞങ്ങൾ ചെയ്യേണ്ടുന്ന മുറയുമാകുന്നു. നിന്റെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു മൂലമായിട്ട് തന്നെ അവൻ മുഖാന്തരം നീ ആകാശത്തെയും ഭൂമിയേവിലുള്ള സകലത്തെയും ഉണ്ടാക്കി മനുഷ്യന്റെ സ്വന്തം സാദൃശ്യത്തിൽ നിർമ്മിക്കുകയും ചെയ്തു. അവൻ പാപത്തിൽ വീണപ്പോൾ പുതിയ സൃഷ്ടിയുടെ ആദിഫലമാകേണ്ടതിന് അവനെ വീണ്ടെടുക്കുകയും ചെയ്തു. അതുകൊണ്ട് ദേവദൂതന്മാരോടും പ്രധാന ദേവദൂതന്മാരോടും സ്വർഗത്തിലെ സകലസംഘത്തോടും കൂടെ ഞങ്ങളെപ്പോഴും ഇതിനെ സ്തുതിച്ചും സൈനികരുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ ആകാശവും ഭൂമി നിലമഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വം ചൊല്ലിയും നിന്റെ മഹത്വമുള്ള നാമത്തെ പുകഴ്ത്തി മഹത്വപ്പെടുത്തുന്നു. ആമേൻ. കർത്താവിന്റെ നാമത്തിൽ ഒന്നവനും പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. സ്വർഗസ്ഥ പിതാവേ, നീ സത്യമായി പരിശുദ്ധനാകുന്നു. നീ സത്യമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. മനുഷ്യവർഗത്തോടുള്ള നിന്റെ ആർദ്ര സ്നേഹം കൊണ്ട് നിന്റെ ഏകപുത്രനായ യേശുക്രിസ്തുവിനെ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവത്തെ എടുപ്പാനും ഞങ്ങളുടെ വീണ്ടെടുപ്പിനായി കുരിശിന്മേൽ മരണം അനുഭവിപ്പാനും തന്നുവല്ലോ. അവനൊരിക്കലായി തന്നെ വഴിപാടായി അർപ്പിച്ചതിനാൽ സർവ്വലോകത്തിന്റെയും പാപങ്ങൾക്കായിട്ട് തികവായി പൂർണ്ണമായി മതിയാകുന്ന യാഗവും വഴിപാടും പ്രതിശാന്തിയും തേക്കുകയും താൻ വീണ്ടും വരുവോളം തന്റെ വിലയേറിയ മരണത്തെക്കുറിച്ച് ഇടവിടാതുള്ള ഓർമ്മയെ നിയമിക്കുകയും അതിനെപ്പോഴും ആചരിക്കണമെന്ന് തന്റെ വിശുദ്ധ സുവിശേഷത്തിൽ ഞങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തുവല്ലോ. അവർക്ക് കൊടുത്തു പറഞ്ഞു, നിങ്ങളെല്ലാവരും തിന്നത് കുടിപ്പിൻ. എന്തെന്നാൽ നിങ്ങൾക്ക് വേണ്ടിയവരേർക്ക് വേണ്ടിയും പാപമോചനത്തിനായിട്ട് ചെറിയപ്പെടുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തമാകുന്നു. ഇതിനെ നിങ്ങൾ കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. അവൻ കൽപ്പിച്ച പ്രകാരം അവൻ വരുവോളും അവന്റെ ഓർമ്മയ്ക്കായി എന്റെ ദാസനാ ഞങ്ങളെതിരെ ചെയ്യുന്നു.
ഞങ്ങൾ മുറിക്കുന്ന ഈ അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയും ഞങ്ങൾ വാഴ്ത്തുന്ന ഈ പാനപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയുമാകേണ്ടതിന് കൃപ നൽകണമെന്ന് ഞങ്ങൾ താഴ്മയോടെ അപേക്ഷിക്കുന്നു. അങ്ങനെ അവരിൽ യോജിപ്പിക്കപ്പെട്ട് ഞങ്ങളെല്ലാവരും വിശ്വാസത്തിന്റെ ഐക്യം പ്രാപിച്ച് ഞങ്ങളുടെ കർത്താവാകുന്ന നമുക്കിലേക്ക് സകലത്തിലും വളരേണ്ടതിന് കൃപ നൽകണമേ. അവൻ മൂലമായും അവരോടുകൂടെയും പരിശുദ്ധാത്മാവിന്റെ ഐക്യത്തിൽ സർവശക്തനായ പിതാവേ, നിനക്ക് സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. സ്തോത്രം ചെയ്തിനെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഞങ്ങളെ തന്നെ ഞങ്ങളുടെ ശരീരങ്ങളെ ആത്മാക്കളെയും ജീവനവിശുദ്ധിയുടെ യാഗമായി നിനക്ക് സമർപ്പിക്കുന്നു. അതാവുന്നുവല്ലോ ഞങ്ങളുടെ ഏറ്റവും ഉന്നതമായ ആരാധന. ഞങ്ങൾ ഈ ലോകത്തിന് വരാകാതെ നല്ലതും പൂർണ്ണവുമായ ദൈവം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടേണ്ടതിന് സഹായിക്കണമേ. അങ്ങനെ ഞങ്ങൾ ഭൂമിയിൽ നിന്നെ അനുസരിച്ച് ഒടുവിൽ നിന്റെ സ്വർഗീയ രാജ്യത്തിൽ നിന്റെ സകല വിശുദ്ധരോടും കൂടെ സന്തോഷിക്കേണ്ടതിന് കൃപയരണമെന്ന് നിന്നോട് അപേക്ഷിക്കുന്നു. അവൻ നിന്നോട് പരിശുദ്ധാത്മാവിനോടും കൂടെ എന്നെ ഏകദൈവമായി ജീവിച്ചു വാഴുന്നുവല്ലോ.
യേശുക്രിസ്തുവിനെയും കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹവും നിങ്ങളുടെ ഉണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ.